ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനാനിൽ മരണം 52ആയി. 154 പേർക്ക് പരിക്കേറ്റെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ലെബനാനിലെ ആക്രമണം. അഫ്താബ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, ഒരുപക്ഷെ ഇറാനെതിരെയുള്ള ആക്രമണം വലിയ തോതിൽ ചർച്ചയാകുമ്പോൾ തന്നെയാണ് ഒരു വശത്ത് ലെബനാനെതിരെയും ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം നടക്കുന്നത്. അവിടെ 52 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. മാത്രമല്ല 150-ലേറെ പേർക്ക് പരിക്കേറ്റു എന്ന ഔദ്യോഗിക വിശദീകരണം കൂടി അവിടെ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ ഇസ്രായേൽ ഒരേ സമയത്ത് ഇറാനെയും അതേപോലെ തന്നെ ലെബനാനെയും ആക്രമിക്കുന്നതിൽ ഇസ്രായേൽ അവർ കഴിഞ്ഞ ദിവസം പിന്തുടർന്ന പാത അതുപോലെ തുടരുകയാണ്. മഹേഷ്, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ലെബനാൻ ഇസ്രായേലിലേക്ക് ആദ്യ ആക്രമണം നടത്തിയത്. ഇത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് 2024 നവംബറിന് ശേഷമുള്ള ഹിസ്ബുള്ളയുടെ ആദ്യ ആക്രമണമായിരുന്നു ഇത്. അതായത് ഗസ യുദ്ധത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നിരുന്നത്. അതിനുശേഷം നടക്കുന്ന ആദ്യ ഇസ്രായേൽ ആക്രമണമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴും ഈ സമയം നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ, ഡ്രോണുകൾ എല്ലാം തന്നെ ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വ്യാപകമായ ആക്രമണം ഇസ്രായേലും ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയുടെ പിന്തുടർച്ചക്കാർ കൂടിയാണ് ഇവരിൽ ഭൂരിഭാഗവും. മാത്രവുമല്ല, ഇറാഖിലും സമാനമായ രീതിയിൽ തന്നെ US കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖാംനയി അനുകൂലികൾ അല്ലെങ്കിൽ ഇറാൻ അനുകൂലികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതൊരു വലിയ മേഖലയിലേക്ക് യുദ്ധം വഴിമാറുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏത് മുഖത്തേക്കും യുദ്ധം നടത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ പ്രതിരോധ വിഭാഗം അല്പം മുമ്പ് പറഞ്ഞത് തങ്ങളും ദിവസങ്ങളോളം യുദ്ധം നടത്താൻ പാകത്തിൽ ഒരുങ്ങി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ യുദ്ധം കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾക്കുമേൽ ആക്രമണം എത്തുന്ന സ്വഭാവത്തിലാണ് ലബനനിലെ ആക്രമണങ്ങൾ നടക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 52 പേരും അതിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബെയ്റൂത്ത് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വലിയ തോതിൽ ആളുകൾ ആ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും യുദ്ധം ഈ ഒരു സ്വഭാവത്തിൽ വിവിധ മേഖലകളിലേക്ക് പടരുകയാണ്. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവും ഒപ്പം തന്നെ അവരുടെ വിപ്ലവ സേനയും ഇന്ന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സാധാരണ ഒരു കമാൻഡിംഗ് കേന്ദ്രത്തിന് കീഴിൽ US-നും ഇസ്രായേലും എല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു കമാൻഡിംഗ് കേന്ദ്രത്തിന് കീഴിൽ ഏകപക്ഷീയമായി ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല ഇറാന്റേത്. പകരം ഏതാണ്ട് 30 പ്രവിശ്യകൾ ഇറാൻ അകത്തുണ്ട്. ഈ 30 പ്രവിശ്യകൾക്കകത്തും പ്രത്യേകം കമാൻഡർമാരെ നിശ്ചയിച്ചുകൊണ്ട് അതിന് 4 വീതം പിന്തുടർച്ചക്കാരെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഘടനയാണ് ഇറാന്റെ സൈനിക വിഭാഗം തുടരുന്ന ശൈലി. എന്ന് വെച്ചാൽ ഒരൊറ്റ കമാൻഡിംഗ് സെന്റർ ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ തകരുന്ന ഒരു ഘടനയിലല്ല അതിന്റെ ഒരു സ്വഭാവമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അത്ര പെട്ടെന്ന് തീരും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ മേഖലകളിലേക്ക് ഇത് പടർത്താൻ ഇറാൻ വിചാരിച്ചാൽ സാധിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണത്തിന്റെ ഒരു സ്വഭാവവും അതാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഉൾപ്പെടെ 7 ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പ്രത്യാക്രമണം നടത്താൻ പോലും കഴിയാത്ത വിധത്തിലാണ് സ്ഥിതിവിശേഷം. കാരണം ഈ രാജ്യങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ തോതിലുള്ള ഒരു ആൾനാശത്തിലേക്കും ആക്രമണത്തിലേക്കും അത് മാറും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള അവരുടെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെല്ലാമാണ്. ഇവിടങ്ങളിലേക്കുള്ള ആക്രമണം വലിയ തോതിൽ ആഗോള വിപണിയിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കും. ഒരു പക്ഷേ US-ന് ഇത് മറികടക്കാനാകും. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്കും, അതായത് പശ്ചിമേഷ്യയിൽ അല്ലാത്ത മറ്റു രാജ്യങ്ങൾക്കും റഷ്യ പോലെയുള്ള ആൾട്ടർനേറ്റീവ്, അതായത് മറ്റു ഓപ്ഷനുകൾ
എണ്ണ സംഭരിക്കുവാനും മറ്റുമുണ്ട്. ഇന്ത്യക്ക് പോലും ഒരുപക്ഷെ റഷ്യയിൽ നിന്നും ഒരുപക്ഷെ US കണ്ണടക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് വീണ്ടും ഇന്ത്യക്ക് എണ്ണ വാങ്ങുവാൻ വഴിയുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എന്തായാലും അതായിരിക്കില്ല. കാരണം ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സമ്പദ് രംഗം തന്നെ തകരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ആ ചിത്രം നമുക്ക് വ്യക്തമാണ്. പല GCC രാജ്യങ്ങളിലും ടൂറിസ്റ്റുകളായി എത്തിയ ആളുകൾ പലരും ഭയചകിതരായി മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒരു ഘടനയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ദിവസം നീണ്ടു കഴിഞ്ഞാൽ അത് പ്രയാസം ഏറെ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവരുടെ സമ്പദ് രംഗത്തെ ബാധിക്കും. നിലവിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ ഓഹരി വിപണി പതിയെ തിരിച്ചു കയറുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് വിപണിയെ ഘട്ടം ഘട്ടമായി ബാധിക്കും. നമ്മൾ ഇന്നലെ വരെ ഇന്ന് പകലും പറഞ്ഞു വെച്ച ഹോർമൂസ് കടലിടുക്കും സൂയസ് കനാലും വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചതാണ് നിലവിലുള്ള ചിത്രം. ഈ ഒരു പശ്ചാത്തലത്തിൽ മേഖലയിലേക്കുള്ള ഗൾഫ് മേഖലയുടെ സമ്പദ് രംഗത്തെ അത് ഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വരും ദിനങ്ങളിൽ ഇതേ സമാനമായ സ്ഥിതിവിശേഷം തുടർന്നാൽ കൂടുതൽ ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചരക്കുകൾ ഇങ്ങോട്ട് എത്താത്ത സ്ഥിതി ഉണ്ടാകും. സാധാരണക്കാരെ സംബന്ധിച്ചോളം അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ ലഭിക്കാതെ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കേഴ്സിറ്റിയുടെ സ്ഥിതിവിശേഷം ഉണ്ടാകും. പതിയെ ഇവയുടെ വില വർധന, അരിയുടെ ഉൾപ്പെടെയുള്ള വില വർധന ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ ഒരു ചിത്രം 2-3 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും അരി കയറ്റുമതി നിർത്തിയ സമയത്ത് പോലും അത് വിപണിയിൽ വലിയ തോതിൽ വില വർധനക്ക് സൗദിയിൽ ഉൾപ്പെടെ കാരണമായിരുന്നു. ഈ സ്ഥിതിവിശേഷം അനന്തമായി നീളുന്ന ഒരു ഘട്ടമുണ്ടായാൽ അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും 4 ആഴ്ചയിലേറെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് US പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ, അതിൽ തിരിച്ചടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കും കഴിയുമെന്ന് ഇറാൻ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ പ്രത്യാഘാതം ഗൾഫ് വിപണിയിൽ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കതിന് കൃത്യമായ ഒരു ഉത്തരം ഈ ഒരു നിമിഷത്തിലും നൽകുവാൻ അല്ലെങ്കിൽ അതൊരു സമാധാന ചർച്ചയിലേക്ക് പോകുവാനുള്ള വഴികൾ ഇപ്പോഴും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തെളിയുന്നില്ല എന്നുള്ളതാണ് ചിത്രം. മഹേഷ്.